ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഫിഷ് കറിയാണ്. നമ്മുടെ സാൽമൺ വെച്ചുള്ള ഒരു ഫിഷ് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് ഇവിടെ സാൽമൺ ഫിഷ് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും പിന്നെ ഉലുവയും 1/4 ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കാം. അത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു വലിയ കഷ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 8-9 അല്ലി. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് പച്ചമുളക് 2 അല്ലെ 3 എണ്ണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മീനിൻ്റെ അകത്ത് ഞാൻ ഈ മീൻ കറി വെക്കുമ്പോൾ ഞാനിതിനകത്ത് ഉള്ളി ചേർക്കാതെയുള്ള മീൻ കറിയാണ്. ഇനി നമുക്കിതിലേക്ക് എന്താ പറയുക, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അത് ഒരു പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇതിട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കി നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഇപ്പം നമ്മുടെ ഈ എന്താ പറയണ്ടേ, ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കാരണം ഞാനിത് ഈ മീൻ കറി ചെയ്യുന്നത് നമ്മൾ ഉള്ളിയൊന്നും ഇടാതെയുള്ള നമ്മുടെ നല്ല മുളക് പൊടി ഇട്ടുള്ള നല്ല കുടംപുളി ഇട്ട നല്ലൊരു മീൻ കറിയാണിത്. ഇനി ഞാൻ ഇതിലേക്ക് കുടംപുളി ഒരു 4 ഇട്ട് കൊടുത്തു, 4 ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. ഇടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഈ മീൻ വേവിക്കാൻ വെച്ചാൽ മതി. അപ്പം ഞാൻ ടോട്ടൽ ഒരു 20 മിനിറ്റ് എടുത്ത് ഈ മീൻ കറി ആകാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ നല്ല കുടംപുളി ഇട്ട നല്ല പുളിയോട് കൂടി നല്ലൊരു മീൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.